ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ചോദ്യ പേപ്പറാണ്. 100 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യം ഇതാണ്: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ആൻസർ: ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കറാണ്. കേരള സിംഹം സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2ന്റെ സമയത്ത് ISROന്റെ ചെയർമാൻ K ശിവനാണ്. ചന്ദ്രയാൻ 3യുടെ സമയത്ത് ISRO ചെയർമാൻ S സോമനാഥാണ്. S സോമനാഥ് 10ാമത്തെ ISRO ചെയർമാനാണ്. 5ാമത്തെ മലയാളിയായ ചെയർമാനാണ്. ചന്ദ്രയാൻ 3 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഇതിന്റെ വാഹനത്തിന്റെ പേര് LVM-3M4 എന്നാണ്. LVM-3M4 എന്നാണ് വെഹിക്കിളിന്റെ പേര്. 3895 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ P വീര മുത്തുവേലാണ്. ഈ സമയത്ത് ISRO ചെയർമാൻ S സോമനാഥും VSC ഉണ്ണികൃഷ്ണൻ നായരുമാണ്. ഇനി മോഹനകുമാർ ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ. മോഹനകുമാർ. ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പനയാണ്. ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ K കൽപ്പന. ടോട്ടൽ പേലോഡുകളുടെ എണ്ണം 7. 4 പേലോഡ്സ് ആണ് ലാൻഡറിനുള്ളത്. വിക്രമാണ് ലാൻഡർ. ലാൻഡറിന്റെ അർത്ഥം എന്താണ്? ധൈര്യം. 2 പേലോഡുകളാണ് റോവറിനുള്ളത്. റോവറിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. 1 പേലോഡാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ യൂണിറ്റിനുള്ളത്. പ്രൊപ്പൽഷൻ യൂണിറ്റിന്റെ പേലോഡിന്റെ പേര് ഷേപ്പ്. ഇനി ലാൻഡറും റോവറിന്റെയും പേലോഡുകൾ കൃത്യമായി പഠിക്കണം. എക്സാമിന് ചോദിച്ചു. ലാംഫ LP, അതുപോലെ ചാസ്തേ ഒക്കെയാണ്. ചാസ്തേ ലാംഫ LP എന്ന് പറയുന്നത് പ്ലാസ്മ ഡെൻസിറ്റിക്ക് വേണ്ടി അത് മനസ്സിലാക്കാനാണ്. ചാസ്തേ താപവ്യത്യാസം തിരിച്ചറിയാനാണ്. പിന്നെ LIBS ഉണ്ട്, സീസ്മിക് ആക്ടിവിറ്റി, ഭൂകമ്പങ്ങൾ മനസ്സിലാക്കാനുള്ളതുണ്ട്. ഇനി റോവറിന്റെ 2 ഏതാണ്? APXS ഉണ്ട്, അത് ധാതുഘടന മനസ്സിലാക്കാനാണ്. ലിപ്സ് ഉണ്ട്, ലിപ്സും ധാതുഘടന തിരിച്ചറിയുന്നതാണ്. ഷേപ്പാണ് അടുത്തത്. ടോട്ടൽ 7 പേലോഡുകളാണ് ഉള്ളത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ സമൂഹ ശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്ത സർവകലാശാല ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇതിന്റെ നേതാവായിരുന്നു അരുണ ആസഫ്. ഇനി നീതി ആയോഗ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. 2015 ജനുവരി 1 ആരംഭിച്ചത്. ഇത് പഞ്ചവത്സര പദ്ധതിക്ക് പകരം തുടങ്ങിയതാണ്. ഇതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പണഗരിയാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയാണ് ഇതുവരെ അധ്യക്ഷനായിട്ടുള്ളത്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ കെ ബെറിയാണ്. സുമൻ കെ ബെറി. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എന്നാണ്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. രണ്ടാമത് ലഭിച്ചത് നമ്മുടെ SK പൊറ്റക്കാടാണ്. പിന്നെ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കിട്ടി, MT വാസുദേവൻ നായർക്ക് കിട്ടി, ONV കുറുപ്പിന് കിട്ടി.
അപ്പൊ 6ാമത്തെ മലയാളിയാണ് അക്കിത്തം. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? വിമുക്തി, എക്സൈസ് വകുപ്പ്, ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കിഴക്കൻ തീര സമതലമാണ്. പടിഞ്ഞാറൻ തീര സമതലമുണ്ട്. 2 തീര സമതലങ്ങളാണ്. കിഴക്കൻ തീര സമതലവുമുണ്ട്. അറബിക്കടലിന് സമാന്തരമാണ് പടിഞ്ഞാറ്, ബംഗാൾ ഉൾക്കടലിന് സമാന്തരമാണ് കിഴക്ക്. ഈ പടിഞ്ഞാറിന്റെ വീതി കുറവാണ്, കിഴക്കിന് വീതി കുറച്ച് കൂടുതലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. കിഴക്കാണോ ഇടയിലാണോ? അല്ല, അത് പടിഞ്ഞാറ്. താരതമ്യേന വീതി കുറവാണ്, കിഴക്കിനല്ല പടിഞ്ഞാറിനാണ് വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു, ശരിയാണ്, കിഴക്കാണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത്. ബംഗാൾ, അവിടെ അല്ലേ സുന്ദർബൻ ഡെൽറ്റ. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പൊ പടിഞ്ഞാറ് എന്താണുള്ളത്? വിശാലമായ പൊഴിമുഖങ്ങൾ, അഴിമുഖങ്ങൾ, ലഗൂണുകൾ, ഇതൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് 3ഉം 4ഉം ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റോ, മറ്റൊരു പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ. 8611 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. എന്നാൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ഇത് നേപ്പാൾ എന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ, സിക്കിമിലാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദികളിലെ നദി. നർമ്മദ നദി 3ാം സ്ഥാനമാണ്. 13-12 കിലോമീറ്റർ ആണ് നർമ്മദ നദിക്ക് ഉള്ളത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. ആൻസർ കേരളത്തിലാണ്, നാഷണൽ വാട്ടർവേ പ്രിയ. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? താരാപൂർ. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് താരാപൂർ. നറോറ എന്ന് പറയുന്നതോ ഉത്തർപ്രദേശിലാണ്. കൈഗ കർണാടകയിലാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? എല്ലാവർക്കും ഇപ്പോഴും ഡൗട്ടാണ്, എന്താണ് പാരമ്പര്യം, എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്? പാരമ്പര്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, പാരമ്പര്യേതരം പുനഃസ്ഥാപിക്കാൻ കഴിയും. നമുക്ക് പാരമ്പര്യമായിട്ട് അച്ഛൻ കുറച്ച് സ്വത്തുക്കളൊക്കെ തരും, നമ്മൾ കുറച്ച് നാള് അതുകൊണ്ട് ജീവിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു പോകും, ഇല്ലേ? എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കഴിവൊക്കെ ഉണ്ട്, ആ കഴിവ് വെച്ച് നമ്മൾ സമ്പാദിക്കും, അതൊരിക്കലും തീരത്തില്ല, നമ്മുടെ കഴിവാണ്, നമ്മൾ എപ്പോഴും ആ കഴിവുണ്ട് നമ്മൾ ജീവനുള്ളിടത്തോളം കാലം. അതാണ് ഇതിനകത്തൊരു നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം. പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് കൽക്കരി, പെട്രോള്, മണ്ണെണ്ണ, അങ്ങനെയൊക്കെ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, പെട്ടെന്ന് തീർന്നു പോകും, അല്ലെ? അപ്പൊ അതാണ് പാരമ്പര്യം. പാരമ്പര്യമാണ് കൽക്കരി. എന്നാൽ പരമ്പരാഗതം അല്ലെങ്കിൽ പാരമ്പര്യേതരം എന്ന് പറയുമ്പോൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് സൗരോർജം, വേലിയോർജം, ജൈവവാതകം, വെള്ളത്തിൽ നിന്നുള്ളത്, കാറ്റിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത്, ഇതൊക്കെയാണ്. ഇതൊന്നും ഒരിക്കലും തീർന്നു പോകുന്നില്ല. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആൻസർ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് അസമിലാണ്, ദിഗ്ബോയി എന്ന പ്രദേശമാണ്. അസമിലെ ദിഗ്ബോയി. ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം, ഭൂപ്രകൃതി ഉപദ്വീപീയ പീഠഭൂമിയാണ്. എന്നാൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് ജാർഖണ്ഡ് എന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമത്വം, തുല്യം 14. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം 16. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 17. അപ്പൊ ഇത് മൂന്നും സമത്വമാണ്. എന്നാൽ കുറ്റകൃത്യം ചെയ്തവരെ സംരക്ഷിക്കുന്നു, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. 22, 21 സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? 4A ആണ്. ഇത് റഷ്യയിൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം സമാധാനത്തിന്റെ വെള്ളപ്രാവുകളാണ്. വെള്ളരിപ്രാവ് വെള്ള നിറമാണ്. ധീരതയാണ് കുങ്കുമം. നമ്മുടെ സമ്പൽ സമൃദ്ധിയാണ് പച്ച. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ജനഗണമനയുടെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകുന്നത്. അപ്പൊ ജനുവരി 24 ജനഗണമന അംഗീകരിച്ചു. ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതമായ വന്ദേ മാതരവും അംഗീകരിച്ചു. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. അപ്പോ ദേശീയ ഗാനം എഴുതിയത് ആരാണ്? ടാഗോർ അല്ലെ, രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഗാനം രചിച്ചത്. ഗീതമോ? ഗീതം എഴുതിയത് ആരാണ്? അതെ, ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിരിക്കുന്നു. സന്യാസി ലഹളയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993 ഒക്ടോബർ 12. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് ദേശീയ തലത്തിൽ ചെയർമാൻ. ഇനി നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായരാണ്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരലാൽ സമാരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നോക്കുക. ഇത് ക്യാൻസൽ ചെയ്തു, അതുകൊണ്ട് നമ്മൾ ഉത്തരം പറയുന്നില്ല. 2005 നിയമം നിലവിൽ വന്നത്, ശരിയാണ്. പ്രാവർത്തികമാക്കാൻ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് പ്രവർത്തിച്ചത്, ഇത് തെറ്റാണ്. രാജ്യസുരക്ഷ അഖണ്ഡത ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, ജീവൻ സുരക്ഷ ഭീഷണിയാവുന്ന വിവരങ്ങൾ ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല, ഇത് രണ്ടെണ്ണവും പറ്റില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണർ 10ൽ കുറയാത്ത അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിലുണ്ട്. അപ്പൊ 1ഉം 4 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. തൊട്ടുകൂടായ്മ നിരോധനം നിയമം നിലവിൽ വന്നത് ആർട്ടിക്കിൾ 17 ആണ്. 1955 ഈ നിയമം നിലവിൽ വന്നത്. ഗാന്ധിജി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ഇത് പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അരുൺ കുമാർ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോ ആക്ടിംഗ് ആണ് കേട്ടോ. മണികുമാറിനെ വെച്ചിരുന്നു, അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണ്. അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു. അല്ല, അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു. അപ്പോ ഇപ്പോ മുതിർന്ന അംഗത്തെ ജസ്റ്റ് ആക്ടിംഗ് ആയിട്ട് നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്തത് നമ്മളുടെ ആൻസർ വരുന്നത് 1ഉം 2ഉം ബന്ധമില്ല. 1923 സ്വരാജ് പാർട്ടി രൂപം കൊടുത്തത് ഇദ്ദേഹമാണോ? ഭഗത് സിംഗുമായി ബന്ധമുണ്ടോ? 1923 തന്നെയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. മോത്തിലാൽ നെഹ്റു, CR ദാസ് ഇവരാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ സംഘടന രൂപീകരിച്ചതും ഇദ്ദേഹമല്ല, എന്നാൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗ് ആണ്. ഇതിന്റെ പേരിലാണ് തൂക്കിലേറ്റുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കാണുക. ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ്, ശരിയല്ലേ? കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചു. ഇനി ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സ് കീഴിൽ ഒരു ദൗത്യത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്രിപ്സ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതാവ്. അപ്പോ ഒരു സംഘത്തെ ഇങ്ങോട്ട് വഹിക്കുന്നു, ക്രിപ്സ് മിഷൻ വരുന്നു, അത് ശരിയാണ്. അലക്സാണ്ടറും സ്റ്റാൻഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടർ ഇവരെല്ലാരും കൂടെ വരുന്നത്, പെത്രിക് ലോറൻസ്, ഈ 3 പേര് വന്നു, അത് ശരിയാണ്. പക്ഷേ ഈ എല്ലാരും കൂടെ പിന്തുണച്ചു എന്ന് പറഞ്ഞതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. കോൺഗ്രസ് പിന്തുണച്ചു,
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാരും കൂടെ പിന്തുണച്ചെന്ന് പറഞ്ഞത് തെറ്റിപ്പോയി. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് തെറ്റ് ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. നെയ് താലിം നൂതന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമ്മുടെ ഉത്തരം 3 മാത്രം. അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നു, വർഗീയ ലഹള ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും പ്രശ്നമായിരുന്നു. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങൾ, ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഇല്ലായിരുന്നു. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഗോവ, ദാമൻ, ദിയു തുടങ്ങിയവ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രദേശവും ഇല്ലായിരുന്നു. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തത് കണ്ടെത്തുക. 16 DK കാർവെ ഇന്ത്യയിൽ ആദ്യമായി വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഇത്രയും ശരിയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിന് ബ്രിട്ടീഷുകാർ രൂപം നൽകിയ സ്ഥാപനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, കൽക്കത്ത മദ്രസ, ബനാറസ് സംസ്കൃത കോളേജ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്, ശരിയാണ്. കൊൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സും ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കനുമാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ്. അടുത്തത് ശരിയായ ജോഡികൾ കാണുക. നമ്മളുടെ ചോദ്യം നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വന്ദേ മാതരം കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അപ്പോ ലാല ലജ്പത് റായ്. വന്ദേ മാതരം തിരിഞ്ഞും മറിഞ്ഞും പോയി. അടുത്തതിലേക്ക് പോകുന്നു. അപ്പൊ ഉത്തരം എന്ത് വരും? ശരിയാണ് വേണ്ടത് 1 ഉം 4 ഉം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായി ജോഡി കണ്ടെത്തുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നമ്മുടെ ഉത്തരം 3 ഉം 4 ഉമാണ്. ഇതില് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രനാണ്. AITUC ലാല ലജ്പത് റായിയും MN ജോഷിയുമാണ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ അല്ലേ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണോ ഇത്? സ്വരാജ് പാർട്ടിയാണ്. CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. അപ്പോ 3 4 ശരി. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയല്ലേ? ചോർച്ചാ സിദ്ധാന്തം ഇദ്ദേഹമാണ്. കോൺഗ്രസിന് INC എന്ന പേര് നിർദ്ദേശിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികനാണ്, അതും ശരിയാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് AO ഹ്യൂമാണ്, അത് തെറ്റാണ്. WC ബാനർജി, AO ഹ്യൂം ഇവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോ 4 മാത്രമാണ് തെറ്റ്. ആദ്യ പാഴ്സി വംശജനായ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. WC ബാനർജി ഓർക്കുക, ആദ്യ പ്രസിഡന്റ് WC ബാനർജി. AO ഹ്യൂം സെക്രട്ടറി. ഇനി സ്വാതന്ത്ര്യാനന്തര എന്നാണ് INC സ്ഥാപിച്ചത്? 1885 ഡിസംബർ 27. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മളുടെ ഉത്തരം 2 ഉം 3 ഉമാണ്. 1 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം, ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 2 10+2 ഡിഗ്രി കോത്താരി കമ്മീഷൻ. അപ്പോ സെക്കൻഡറി മേഖല, ഹയർ സെക്കൻഡറി ലക്ഷ്മണ സ്വാമി മുതലിയാർ. ക്ലിയർ ആണ്? UGC രൂപീകരിച്ചത് എന്നാണ്? UGC 1953 ഡിസംബറിലാണ്. ഗ്രാൻഡ് കമ്മീഷനും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അരുണ ആസഫ് അലി. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിളിക്കുന്നു, ശരിയാണ്. മേഡം ബിക്കാജി ഗാമ ത്രിവർണ പതാക ഉയർത്തി, ശരിയാണ്. ഇന്ത്യയുടെ മകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. പണ്ഡിത രമാഭായി ശാരദാ സദൻ സ്ഥാപിച്ചു, അതും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിച്ചു. 788 ശങ്കരാചാര്യർ ജനിച്ചു. കൂനൻകുരിശ് സത്യം 1653 ആണ്, 6 അല്ല ഇവിടെ. 1341 വെള്ളപ്പൊക്കവും ശരിയാണ്. പെരിയാറിൽ വെള്ളപ്പൊക്കം, അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം തുറമുഖം അപ്രത്യക്ഷമായി കൊച്ചി തുറമുഖം രൂപം കൊണ്ടു. അപ്പൊ ഇവിടെ 1, 2, 4 ശരിയാണ്, 3 മാത്രം.
തെറ്റ്. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയല്ലേ? ഇത്രയും സ്ഥലത്ത് കടലില്ല. ഏറ്റവും കൂടുതൽ 9 പേർക്ക് കടലുണ്ട്, 5 പേർക്ക് കടലില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷ സംഗമ ഭൂമി കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂര്. അപ്പൊ ശരിയല്ലാത്തതാണ് ചോദ്യം. ആ 3 നമുക്ക് ശരിയാണ് എന്ന് മനസ്സിലായി. തെറ്റായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മാത്രമാണ്. അപ്പൊ ബി ആണ്, 2 മാത്രമാണ് തെറ്റ്. സപ്തഭാഷ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരാണ്. തീരപ്രദേശമില്ലാത്ത 5 സ്ഥലങ്ങളും ശരി. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ്. ആൻസർ എന്താണ്? മലപ്പുറമാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കായല്. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്നു വേമ്പനാട് കായൽ. കൊല്ലത്തുണ്ടോ വേമ്പനാട് കായൽ? ഇല്ല, അഷ്ടമുടി കായലാണ്. അത് തെറ്റ്. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. അപ്പൊ 2ഉം 3ഉം ശരി. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറിനെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം. അപ്പോ പെരിയാറിന്റെ ഉത്ഭവം ശരിയാണ്. ഈ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 244 കിലോമീറ്റർ നീളമുണ്ട്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴ അല്ല, എന്താണ് നമുക്ക് ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത് അല്ലെ. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. പമ്പ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നുണ്ട്. പക്ഷെ അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. പക്ഷെ പോഷക നദികൾ തെറ്റാണ്. അപ്പോ അല്ല, 2 മാത്രമാണ് തെറ്റ്. ആൻസർ എന്താണ്? 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഈ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ഇത് എങ്ങോട്ട് പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇതും ശരിയാണ്. അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത്. പോഷക നദികൾ തെറ്റിപ്പോയി. അപ്പൊ 2 മാത്രം തെറ്റ്. അടുത്ത ചോദ്യം, കേരളത്തില് ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നമ്മുടെ ആൻസർ 2ഉം 3ഉം തെറ്റാണ്. സ്വകാര്യ മേഖലയിലെയാണ് മണിയാർ. ശരിയാണ്. കോഴിക്കോട് ജില്ലയിൽ ഉറുമിയുണ്ട്. അത് കാനഡയുടെ, ചൈനയാണ്. അത് തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ശരി. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന മൃഗമാണ് ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് അല്ലെ. അപ്പോ നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം? ഇത് 2ഉമാണ് തെറ്റ്. അതായത് പറമ്പിക്കുളത്തിന്റെ പേരാണോ? അല്ല. നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. നമ്മുടെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. ചിത്തിര തിരുനാളിന്റെ സമയത്ത് ഇനാഗുറേഷൻ നടത്തി പെരിയാർ. അപ്പൊ അത് തെറ്റാണ്. വയനാട്ടില് ആനയാണ് സംരക്ഷിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്, വയനാട്ടിൽ ആന. തെന്മല ഇക്കോ ടൂറിസം കൊല്ലം ജില്ലയിലാണ്. ഇത് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ കേന്ദ്രത്തിലാണ്. തെന്മല എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ്. കൊല്ലം ജില്ലയിലാണ്. ശെന്തുരുണിയുടെ പ്രത്യേകത എന്താണ്? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. അപ്പൊ ഈ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അടുത്തത്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിന്റെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയേത്? നമ്മുടെ ഉത്തരം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്.
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ പാമ്പാടും ചോലയാണ്. ഇരവികുളം ഇടുക്കിയാണ്, പാമ്പാടും ചോല ഇടുക്കിയാണ്, മതികെട്ടാൻ ഇടുക്കിയാണ്, ആനമുടി ചോല ഇടുക്കിയാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ല, മണ്ണാർക്കാട്. എല്ലാം ശരി. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. നമ്മളുടെ ഉത്തരം 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവനകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. യോജിക്കാത്ത പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. കരിമീൻ. അടുത്തത്, മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അത് ശരിയാണ്. കൊച്ചി വാട്ടർ മെട്രോ ഭാഗ്യചിഹ്നം എന്താണ്? ജെൻഗു ആണ്. ജെൻഗു. ഇനി കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ ശാല, കുഫോസ്. ഇതാണ് തെറ്റായിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ്. കേരളത്തിന്റെ സമുദ്ര ഗവേഷണം കൊച്ചിയിലുണ്ട് അല്ലെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളുടെ ചോദ്യം, ഗോദവർമ്മ രാജ ശരി എന്ത്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ് ആണ്. ഒക്ടോബർ 13 ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരി കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഷൈനി വിൽസൺ. തെറ്റാണ്. ആദ്യ മലയാളി എന്നാണ് ചോദിച്ചത്. മലയാളി വനിത അങ്ങനൊന്നും അല്ല ചോദിച്ചത്. ആദ്യ മലയാളി എന്നാണ് ചോദിച്ചത്. ഇനി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. ശരിയാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അതും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. മറ്റന്ത് പത്മനാഭനിലേക്ക് പോകുന്നു. ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. 1947 മുതുകുള പ്രസംഗം നടത്തി. ശരിയാണ്. 59 വിമോചന സമരം നേതൃത്വം വഹിച്ചു. ശരിയാണ്. ഭാരത കേസരി എന്ന് അറിയപ്പെടുന്നു. കോഴഞ്ചേരി പ്രസംഗം C കേശവനാണ് നടത്തിയത്. അത് തെറ്റാണ്. അപ്പൊ 1, 2, 3 ശരി. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റ് എന്ത്? പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നുണ്ട് കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDSന്റെ സ്ഥാപകനാണ്. ശരി. 2009 ഇരുപേരൂരിൽ സ്ഥാപിച്ചു. വെട്ടിയുടെ അടിലകളായി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. തെറ്റാണ് നമ്മുടെ ചോദിച്ചത്. അപ്പോൾ ഈ 4ആണ് തെറ്റ്. ക്രിസ്ത്യ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു, അത് മാത്രം തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ബൈബിള് കത്തിച്ചു, അത് വാകത്താനം. ബൈബിള് കത്തിക്കുന്നത് അത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. VT ആണ്. നമുക്ക് ശരി വേണം. ഘോഷ ബഹിഷ്കരണം നടത്തിയത് VT ആണ്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് VT ആണ്. മിശ്രവിവാഹത്തിന് തുടക്കം കുറിച്ചത് VT ആണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു കൂടുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം അതും VT ആണ്. എല്ലാം ശരി. പണ്ട് KP കറുപ്പൻ സംഘടനകളാണ് സമത്വ സമാജം, അലയ സമുദായം, ജ്ഞാനോദയം, കൊച്ചിപ്പുലയ മഹാസഭ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ബാക്കിയെല്ലാം അലയ സമാജം, ജ്ഞാനോദയം, കൊച്ചിപ്പുലയ മഹാസഭ ഇതൊക്കെ നമ്മുടെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന KP കറുപ്പൻ. ശ്രീനാരായണ ഗുരു ശരി കണ്ടുപിടിക്കുക. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 അല്ലേ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്? ഓക്കെയാണ്. അപ്പൊ തന്നെ നമുക്ക് ഇതിലോ ആണ് ആൻസർ. ഇത് രണ്ടും വെട്ടിക്കളയാം. ഇനി ടാഗോറിന്റെ സന്ദർശനം 1922 അല്ലേ? അപ്പൊ നമുക്ക് ഇത് ആൻസർ ആയി. ഗാന്ധിജിയുടെ സന്ദർശനമോ 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ്. ഗുരു മരിച്ചത് 1928 27 ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ സ്ഥാപിക്കുന്നു. 28 അന്തരിച്ചു. ചട്ടമ്പി സ്വാമി ശരി കണ്ടെത്തുക. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു 1992. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിച്ചു. തിരിച്ചാണ്. ഗുരു നവമഞ്ചരി ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. അത് ശരിയാണ്. അപ്പോ നമ്മുടെ ആൻസർ 1ഉം 3ഉം ശരിയാണ്. 2 മാത്രം തെറ്റാണ്. 1892 ഇവർ തമ്മിൽ കണ്ടെത്തത്. സ്വാമി വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, വിവേകാനന്ദൻ പറഞ്ഞു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു ഒരു ചെറിയ ജീവിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരി കണ്ടെത്തുക. അയ്യങ്കാളിയിലെത്തി. സഞ്ചാര സ്വാതന്ത്ര്യം, വില്ലുവണ്ടി യാത്ര, സമരം നടത്തി അയ്യങ്കാളിയ. പക്ഷെ ഡേറ്റ് മാത്രം തെറ്റിപ്പോയി. 1993 സമരം നടത്തുന്നത്.
കല്ലുമാല സമരം നടത്തിയത് 1915-ലുമാണ്. തിരിഞ്ഞുപോയി വർഷം. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണ്. സാധുജന പരിപാലന സംഘം അദ്ദേഹമാണ്. 3ഉം 4ഉം ശരി. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളിലേക്ക് പോകാം. നമ്മളുടെ ഉത്തരം 91 പൽപ്പു ഈഴവ മെമ്മോറിയൽ തെറ്റ്, 96 പൽപ്പു ഈഴവ മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയൽ 91, രണ്ടും തിരിഞ്ഞുപോയി വർഷം. സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം നിവർത്തന പ്രക്ഷോഭം, അപ്പൊ 3 ശരിയാണ്. അക്കാമ ചെറിയാൻ ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി, ജവാൻ ഓഫ് ആർക്ക്, അക്കാമ ചെറിയാന്റെ ആത്മകഥാ ജീവിതം ഒരു സമരം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ഝാൻസി റാണി, ജവാൻ ഓഫ് ആർക്ക്, ജീവിതം ഒരു സമരം. സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പ്രസ്ഥാനങ്ങൾ ശരി കണ്ടെത്തുക. നമ്മളുടെ ഉത്തരം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. വൈകുണ്ഠ സ്വാമികൾ തിരുമ്പ് പഠിച്ചിലെ സമത്വ സമാജമാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനമാണ്. VT ഭട്ടതിരിപ്പാട് യോഗ ക്ഷേമ സഭയാണ്. ഉത്തരം C ആണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? നമ്മുടെ ആൻസർ 20%. ഈ ഒരു ചോദ്യ പേപ്പർ LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, ക്യാഷ്യർ പ്രിലിമിനറി സ്റ്റേജ് ആണ്. സ്റ്റേജ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഇത് എന്നാണ് എക്സാം നടന്നത്? 25/11/2023 എക്സാം നടന്നത്. അടുത്ത ചോദ്യം, സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സി ആണ്. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരള. ഇരപിടിയൻ സസ്യങ്ങൾ അഥവാ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജന്റെ അളവ് കുറയുമ്പോഴാണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നു? ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകും. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. കേരളത്തില് ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. സിരിമലയുടെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. ശ്രീകാര്യം എന്ന സ്ഥലം ഓർക്കുക. സങ്കരയിനം നെല്ലിന് ഉദാഹരണം എന്താണ്? ലോല പയറാണ്. അനുഗ്രഹ എന്താണ്? പച്ചമുളകാണ്. ഉജ്ജ്വല പച്ചമുളകാണ്. അന്നപൂർണയാണ് സങ്കരയിനം നെല്ല്. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ഏതാണ്? റൈസോബിയം ബാക്ടീരിയ. ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ശരി കണ്ടെത്തുക. ഉത്തരം, ആറ്റത്തിന്റെ കൂടിയ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതിപരമായി നിർവീര്യമാണ്. ചാർജ് ഇല്ല. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. എല്ലാ ന്യൂക്ലിയസിനും പ്രത്യേകം എന്താണ്? ഒരേ സാന്ദ്രതയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് എല്ലാ ന്യൂക്ലിയസിനും ഒരേ സാന്ദ്രതയാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അപ്പോൾ നമ്മളുടെ ആറ്റത്തെ വിഭജിക്കുവാൻ കഴിയുമോ? വിഭജിക്കുവാൻ കഴിയും. അപ്പോ ആറ്റത്തിലെ ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ട്. ഇതിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ടോട്ടൽ ആറ്റം ചാർജ് ഒന്നും ഇല്ലാത്ത സാധനമാണ് ആറ്റം. ഈ ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പാർട്ടാണ്. ഇനി ഇതിനെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ചെറിയ സാധനത്തിനാണ് ആറ്റം എന്ന് പറയുന്നതെങ്കിൽ ആറ്റത്തെ നമുക്ക് വിഭജിക്കാനൊക്കെ പറ്റും. അടുത്തതിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ്. ലോഹത്തിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ അയിരാണ്. അലൂമിനിയം ബോക്സൈറ്റ് ഓർക്കുക. മെർക്കുറിയുടെ സൈൻ, ഈ ഒരു രാസ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. Hg എന്ന് ഓർത്തു വെക്കുക. കോപ്പർ Cu. ഇനി നമുക്ക് വർഗീകരണങ്ങളിലേക്ക് പോകാം. 72ാമത്തെ ചോദ്യം അവർ ഡിലീറ്റ് ചെയ്തു കേട്ടോ. 72.
ഇനി മൂലകങ്ങൾ 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. തൃകങ്ങൾ എന്ന് പറയുമ്പോൾ ഡോബറൈനർ ആണ്. ഡോബറൈനർ തൃകങ്ങൾ. അഷ്ടക നിയമം പ്രസ്താവിച്ചത് ആരാണ്? അഷ്ടക നിയമം ന്യൂലാൻഡ് ആണ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കി മെൻഡലിയഫ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റോമിക് നമ്പർ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ഹെൻറി മോസ്ലി. ആൻസർ സി ആണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളിയാണ്. ഇന്നോ വാതകം ശബ്ദത്തോടെ കത്തി എങ്കിൽ ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ആയിരിക്കും. അല്ല, ഹൈഡ്രജന്റെ പ്രസൻസ് ആയിരിക്കും. ഹൈഡ്രജന്റെ പ്രസൻസ് ആണ്. അടുത്ത ചോദ്യം. ചില ആസിഡുകൾ ഉപയോഗങ്ങൾ കൊടുത്തിരിക്കും. തെറ്റായ ചോദ്യം. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. ടാനിക് മഷി തുകലാണ്. അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ അസറ്റിക് ആസിഡ് രാസവള നിർമ്മാണം തെറ്റാണ്. നമ്മള് അച്ചാറിലൊക്കെ ഇടത്തില്ലേ? സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുക. സോണാർ എന്ന് പറയുമ്പോൾ ഏത് ശബ്ദതരംഗമാണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക്. സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജം സ്ഥിതികോർജം. ഘടകവർണ്ണങ്ങളായി പിരിയുന്നു പ്രകാശം. പ്രകീർണനം. പ്രകാശ പ്രകീർണനം. ഇനി താഴെ പറയുന്ന ഊഷ്മാവിന്റെ യൂണിറ്റ് സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. പാസ്കൽ പ്രഷർ ആണ്. ഒരു വസ്തു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇനി മാത്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകും. 40% 32 ആണ്. അപ്പൊ 1% 32/40 ഒക്കെയാണ്. ഇൻറ്റു 100 നോക്കണം. അപ്പൊ നമുക്ക് 4 32 ഉത്തരം 80 എന്ന് കിട്ടും. 14 16 ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 14ന്റെയും 16ന്റെയും ഗുണിതം വരണം. ഇങ്ങനെ നമുക്ക് നോക്കണം. 2 7 14 2 16. അപ്പോ നമുക്ക് ഉത്തരം വരുന്നത് 56 ഇൻറ്റു 2 അല്ലെ? ഇതിന്റെ ഒരു LCM ആണ് ഉത്തരം. ഇനി ഇത് ചെയ്യാനാണ് 2 1 3 5 5ന്ന് 3 കുറയ്ക്കണം 2. നടുക്കുള്ളതെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. 1/2 + 1/2 1 ആണ്. അത് 3 കിട്ടി. 3/4 + 1/4 1 ആണ്. വീണ്ടും 1 കിട്ടി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് 4 എന്നാണ്. 4 എന്നല്ലേ? അപ്പോ 2 1 3 3 2 5 5ന്ന് 3 കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം 2 എന്നാണ് കിട്ടിയത്. അടുത്ത് കഴിഞ്ഞപ്പോൾ 1/2 + 1/2 - 1/2 ആണ്. സോറി, 1/2 - 1/2 പൂജ്യമായി. ഹാഫ് മൈനസ് ഹാഫ് പൂജ്യമായി. പിന്നെ 3/4 + 1/4 1 ആണ്. അപ്പൊ ഉത്തരം 3 എന്ന് കിട്ടി. 600ന്റെ 8%. 600 8/100. എണ്ണാറ് 48 ആണ്. അടുത്ത ചോദ്യം. സമചതുരത്തിന്റെ വിസ്തീർണം 64. വശത്തിന്റെ നീളം. സമചതുരം ആയതുകൊണ്ട് a² അല്ലേ 64. a എന്ന് പറയുമ്പോൾ √64 8 എന്ന് കിട്ടി. അടുത്തത് 0.45 ദശാംശ സംഖ്യ ഭിന്നസംഖ്യ രൂപം എഴുതുക. 45/100 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പൊ 9×5 45 അല്ലേ? 25 100 അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം 9/20. 0.3 0.32 2.13. അറ്റത്ത് 3 ഉണ്ട്. 3 2 5 3 8. ഇനി 1 3 1 4 2 2.48. കൂട്ടാനല്ലേ? 3 2 5 5 3 8. അല്ലല്ല, ഈ 3 ഇവിടെ അല്ലല്ലോ വരുന്നത്, ഇപ്പുറത്താണ് 3 വരുന്നത്. 3 0 എന്നാണ്. ഓക്കെ, അതാ തെറ്റിയത്. 3 2 5 3 1 4 3 7 പിന്നെ 2.75. സുധീർ ഒരു അലമാര വാങ്ങിച്ചു. യാത്രാ ചെലവ് 400. അയാൾ അലമാര 16,800-ന് വിറ്റു. ലാഭ ശതമാനം എത്ര? ലാഭം എന്ന് പറയുമ്പോൾ വാങ്ങിയ വില അല്ലെ? ലാഭം കണ്ടുപിടിക്കുക. വാങ്ങിയ വില മൈനസ് വിറ്റ വില വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഇപ്പൊ വാങ്ങിയ വിലയിൽ ഈ യാത്രാ ചെലവും കൂടി കൂട്ടണം. 14,000-ഓളം വരുന്നു. പിന്നെ വിറ്റ വില അല്ലെ 16,800 ആണ്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം 2,800/14,000 ഇൻറ്റു 100 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ 14 2 28. അപ്പൊ ഏകദേശം ഒരു 20 രൂപ എന്ന് കിട്ടും. വ്യത്യാസം ബൈ വാങ്ങിയ വില ഇൻറ്റു 100.
5 ക്രിക്കറ്റ് ശരാശരി എണ്ണം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുക, 5 കൊണ്ട് ഹരിക്കുക, തുക ബൈ എണ്ണമാണ്. ഉത്തരം 73. സാന്ദ്ര ഒരു സെക്കൻഡ് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടി 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം? 1 സെക്കൻഡ് 2 മീറ്റർ, 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം? 1 സെക്കൻഡ് 2 മിനിറ്റ് ആകുന്ന അത്രയും തന്നെ ഇവിടെ ഗുണിച്ചാൽ മതി. നമ്മുടെ ഉത്തരം 240. കൂട്ടത്തിൽ പെടാത്തത് ചതുരം, ത്രികോണം, സമചതുരം, സമാന്തരികം. ചതുരം, ത്രികോണം വന്നു, സമചതുരം വന്നു, സാമാന്തരികം വന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? ത്രികോണം വന്നു. ബാക്കിയെല്ലാം 4 വശങ്ങളുണ്ട്. 92 എലിമിനേറ്റ് ചെയ്തു ചോദ്യം. 93ലേക്ക് പോകുന്നു. ബോർഡ് മാസ് ആണ്. 16 ഡിവിഷൻ 2 8 ആണ്. 4 32 ആണ്. 32 21 കൂട്ടി 3 5 പിന്നെ 5 കുറച്ചു. അപ്പൊ നമുക്ക് 48 എന്ന് കിട്ടി. ഒറ്റയാനെ കണ്ടെത്തുക. 3 2 5 ആണ്. 5 2 7 ആണ്. 7 1 8 ആണ്. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇത് അങ്ങനെ ഒരു ശ്രേണിയല്ല, ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലെ. ഇതിനകത്ത് 8 മാത്രം അഭാജ്യ സംഖ്യയല്ല, ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉത്തരം 8 എന്നെടുക്കാം, പ്രൈം നമ്പർ അല്ല എന്നുള്ള രീതി. അമ്മ മകൾ വയസ്സുകളുടെ തുക 56. അമ്മയുണ്ട്, മകളുണ്ട്, വയസ്സുകളുടെ തുക 56. 4 വർഷം കഴിഞ്ഞ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. ഇപ്പൊ 4 വർഷം കഴിഞ്ഞാൽ ഇതെന്താകും? അമ്മ 4 വയസ്സ് കൂടത്തില്ലേ? അപ്പൊ അമ്മ എന്ന് പറയുമ്പോ 56 മൈനസ് മകളാണ്. 4 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് എല്ലാം 4 കൂട്ടണം, ഇവിടെ 8 കൂട്ടണം. എന്നിട്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ബി ആണ്. ഏറ്റവും ചെറിയ സംഖ്യ ഇത്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് എന്താണ്? 0.015. ഏതാണ്? 0.015 അല്ലേ? 0.1 ആണോ ചെറുത്? 0.0 ആണോ? 0.5 അരയെന്ന് വരും. അത് ഏറ്റവും കൂടുതൽ ഇതാണ്. ക്ലിയർ ആണ്? 4ന്റെ ഗുണിതമില്ലാത്ത സംഖ്യ. എല്ലാത്തിനും 4 കൊണ്ട് ഹരിച്ചു നോക്കുക. ഉത്തരം 214. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര എണ്ണം? 6 4 24. അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് 12 എണ്ണം. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്. 6 പേർക്ക് 3 എങ്കിൽ 6/2 3. 24 പേർക്ക് 12 കാണും. ബൈ 2 12. വലിയ സംഖ്യയിലേക്ക് പോകുക. വലിയ സംഖ്യ 4/5. എല്ലാം ഹരിച്ച് ഉത്തരം നോക്കുക. 1/5 എന്ന് വെച്ചാൽ i2 10 0.2 ആണ്. 4/10 എന്ന് വെച്ചാൽ എന്ത് വരുന്നു? 4/10 എന്ന് പറയുമ്പോൾ 4 40 0.4 ആണ്. 3/10 എന്ന് വെച്ചാൽ 0.33 എന്ന് വരുന്നു. 4/5 എന്ന് വെച്ചാൽ 8 5 40 0.8 അല്ലേ വരുന്നു. ഇനി അടുത്തതും ബോർഡ് മാസ് ആണ്. 8 6 കുറയ്ക്കണം 2. ഇനി ഹരിക്കണം 2/6 ആണ്. ഇൻറ്റു 4 ആണ്. ഈ 2 4 23 ആണ്. അപ്പൊ 5 + 4/3 ആണ്. 15 4 19/3 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.